സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. വരുന്ന 3 മണിക്കൂറിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് തലസ്ഥാനത്തടക്കം വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തത്. ഇടിമിന്നലോട് കൂടിയ മഴയും തുടർന്നുണ്ടായ വെള്ളക്കെട്ടും വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും മഴ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടായി. പലയിടത്തും വെള്ളക്കെട്ട് പോലും രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ കോർപ്പറേഷനെതിരെ എല്ലാം വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാരണം ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യമാണ് നഗരത്തിലുള്ളത് എന്ന് ജനങ്ങൾ പരാതി പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള മഴ, ഒപ്പം ഇടിമിന്നൽ, കാറ്റ് എല്ലാം ശക്തമായിരുന്നു. ഇന്നും മഴ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന 3 മണിക്കൂർ നിർണായകമാണ്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്നും മഴ തന്നെയാണല്ലേ? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്. വരുന്ന 3 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മാത്രമല്ല, മണിക്കൂർ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലും ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും മഴ തുടരും. അതിശക്തമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വീണ്ടും ഇനിയും അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻ വരാനിരിക്കുകയാണ്. കൂടുതൽ എന്തായാലും നിലവിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച മഴ വളരെ ശക്തമായി തിരുവനന്തപുരം നഗരത്തിൽ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലയിടങ്ങളിലും നഗരത്തിൻ്റെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനിലടക്കം വെള്ളം കയറുകയും ട്രെയിൻ ഗതാഗതം വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബേക്കറി ജംഗ്ഷൻ, അതോടൊപ്പം തന്നെ വഞ്ചിയൂർ, ഗൗരീശപട്ടം തുടങ്ങി വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഗതാഗതം തടസ്സവും ഏറെ നേരം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏതാനും ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ മരം വീഴുന്നതും അതോടൊപ്പം തന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റത് തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിൽ ഒരു 19 വയസ്സുകാരൻ ഇടിമിന്നലേറ്റ് മരിക്കുകയും ചെയ്തു. വർക്കല സ്വദേശിയാണ്. വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഇടിമിന്നലേക്കാണ്, അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലുണ്ടായത്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലടക്കം മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ ഉള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ ഇന്നും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത്. ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ അതിൻ്റെ അധികൃതർ വേണ്ട വണ്ണമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാത്തതാണ് ഇപ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനൊരു കാരണമായിട്ട് വിലയിരുത്തുകയും ചെയ്തു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും നഗരം വെള്ളക്കെട്ടിലായി മാറുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ആ വെള്ളം അവിടെ നിന്നും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാർജ്ജനം എന്ന നിലയിലൊക്കെ നടക്കുകയുള്ളൂ. അതായത് ഒഴുകി പോകുന്നതിന് സുഗമമായ ഒഴുക്ക് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. ആ സമയത്തെല്ലാം ഗതാഗത തടസ്സം വളരെയേറെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും വലുതാണ്. ഇത് കാലാകാലമായിട്ടുള്ളതാണ്. എന്നാൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട്, അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം ഓടകൾ ശുചീകരിക്കുന്നത് അടക്കമുണ്ടാക്കുന്ന ഒരു വീഴ്ച കൂടിയാണ് ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ ഒരു സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്നതിന് കാരണമാകുന്നത്. ഏതായാലും ഇന്നും അതുപോലെ തന്നെയാണ്, സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായിട്ട് പുറപ്പെടുവിക്കാനുണ്ട്. ഇന്ന് നിലവിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ദേവിക.